ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയോട്ടോപ്പി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പോർട്ട്ഫോളിയോൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് പോർട്ട്ഫോളിയോൻ്റെ ഇമ്പോർട്ടൻസ് UI ഡിസൈനർ അല്ല UX ഡിസൈനർ. അതായത് പൊതുവെ ഡിസൈനേഴ്സിന് പോർട്ട്ഫോളിയോൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ കാണാം. നോർമലി നമ്മൾ പോർട്ട്ഫോളിയോ നമുക്കറിയാം. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസൈനേഴ്സിനെ സംബന്ധിച്ചോളം പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നമ്മൾ കരിയറിൽ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയാം. അപ്പോൾ പോർട്ട്ഫോളിയോ പൊതുവേ ആയിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മളെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോയിൽ നമ്മളെ വർക്ക് ഷോക്കേസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർ നമ്മളോട് ചോദിക്കുക, CV ചോദിക്കും. ഓഫ് കോഴ്സ് നമ്മളെ CV വേണം. കൂടാതെ നമ്മൾ പോർട്ട്ഫോളിയോ ചോദിക്കും. അപ്പോൾ പോർട്ട്ഫോളിയോ ചോദിക്കുമ്പോൾ നമ്മളത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഒന്നിക്കേണ്ട വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബിഹാൻസ് അല്ലെങ്കിൽ ഡ്രിബിൾ എല്ലാം പോലുള്ള നമുക്ക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ എന്താക്കാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ URL കൂടെ നമ്മൾ CVൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ പ്രീവിയസ്ലി ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിറ്റും കുറച്ചും കൂടി ചാൻസസ് കൂടുതലാണ് നമുക്ക് ആ ജോബ് കിട്ടാനുള്ളത്. അപ്പം പൊതുവെ ആൾക്കാർക്ക് പോർട്ട്ഫോളിയോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡിജിറ്റൽ ഡിസൈനും അല്ല വെബ്സൈറ്റ് ഡിസൈനും അല്ല മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസൈനും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവർക്കൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു വെബ്സൈറ്റോ അല്ല നമുക്കൊരു ആപ്ലിക്കേഷനോ നമുക്ക് നമ്മളെ വർക്ക് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്സ്. അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു കാര്യങ്ങൾ ആദ്യം ചെയ്തു വെക്കണം. അപ്പം അത് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു ടൈമിൽ പോയി ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നേരത്തെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. പേഴ്സണലി നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് നമുക്ക് തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ടൂൾസുകൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വിക്സ് ഒക്കെ പോലുള്ള ഓൺലൈൻ ടൂൾസ് വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള ബിഹാൻസ് അല്ല ഡ്രിബിൾ, പിൻട്രസ്റ്റ് ഇതൊക്കെ പോലുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. വെബ്സൈറ്റ് നമുക്ക് നമ്മളതായ രീതിയിൽ ഡിസൈൻ ചെയ്യാം. നമുക്ക് കോഡ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇനി അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഓൺലൈനിൽ ഇഷ്ടമാതിരി ടൂൾസ് ഉണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ലൈക്ക് wix.com പോലുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റ് സിമ്പിൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ നമ്മൾ ബിഹാൻസ് പോലുള്ള അല്ലെങ്കിൽ ഡ്രിബിൾ പോലുള്ള ഇതിൽ നമുക്ക് എന്താക്കാം, നമ്മളെ വർക്കുകൾ ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ വർക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം വെൽ ഓർഡറായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മളെ വർക്ക് ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ CV അല്ലെങ്കിൽ ജോബിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ CVൻ്റെ കൂടെ ഈ URL കൂടി കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് ചാൻസസ് കൂടുതലാണ് ജോബ് കിട്ടാൻ. അപ്പോൾ അവർക്ക് നമ്മൾ റിയൽ ടൈമിൽ നമ്മൾ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാം. അവർക്ക് തന്നെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ശരിക്കും നമ്മൾ ഒരു CV കൊടുക്കുന്നതിന് കൂടെ എപ്പോഴും നമ്മൾ പോർട്ട്ഫോളിയോൻ്റെ ലിങ്ക് വെക്കണം. അപ്പോൾ ഇപ്പം തന്നെ പോയിട്ട് നമ്മൾ എന്താക്കുക, ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത വർക്കൊക്കെ ഷോക്കേസ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബിഹാൻസിലൊക്കെ സിമ്പിളായിട്ട് ഞാൻ ബിഹാൻസിൻ്റെ പ്ലാറ്റ്ഫോം കാണിച്ചു തരാം. ബിഹാൻസിൽ നമുക്ക് സിമ്പിളായിട്ട് പോയിട്ട് എന്താക്കാം, നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിഹാൻസോ അല്ലെ ഡ്രിബിളിലോ എങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് ആഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ നമുക്ക് ബിഹാൻസിൽ പോയി കഴിഞ്ഞാൽ ബിഹാൻസ്.നെറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിഹാൻസിൻ്റെ പ്ലാറ്റ്ഫോം കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് ബിഹാൻസിൻ്റെ പ്ലാറ്റ്ഫോം. അപ്പം ഞാൻ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിഹാൻസിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് കാണാം. ഇതെൻ്റെ പ്രൊഫൈൽ അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ബിഹാൻസ് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് എന്താക്കാം, സിമ്പിളായിട്ട് നമ്മളെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഹാൻസിൽ നമുക്ക് നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമ്മളെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം.
അതുപോലെ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത വർക്കുകൾ, ആ വർക്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വർക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക വയർ ഫ്രെയിം മോഡ് ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. ലൈക്ക് നല്ല ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എന്താ പറയുക യുണീക്കായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഹാൻസ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഡ്രിബിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഡ്രിബിളിലും ഇതുപോലെ തന്നെ നമുക്ക് എന്താക്കാം, സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ wix.com പോയി കഴിഞ്ഞാൽ wix.comൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വിക്സ് ഉണ്ടാക്കാം. നമുക്ക് നമ്മളെ ഒരു സിമ്പിളായിട്ടുള്ള പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യാം. നമുക്ക് തന്നെ കോഡിംഗ് ഒന്നും വലിങ്ങനെ പരിചയം വേണമെന്നില്ല, നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര യൂസായിരിക്കും. പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം തന്നെ എല്ലാവരും പോയിട്ട് എന്താക്കാം, ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഡിസൈനേഴ്സ് ഇതുവരെ പോർട്ട്ഫോളിയോ ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ചാൻസ് കൂടുതലായിരിക്കും ജോബ് കിട്ടാൻ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കാണ്. സീ യു.